പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ പ്രഭാത വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ ആ വേദഭാഗത്തിൽ നിന്ന് തന്നെ തുടർന്നും ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 7-ാം വാക്യം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇതാ ഞാൻ വേഗം വരുന്നു. യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം, മണവാളനായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വിശുദ്ധന്മാരെ ചേർത്തുകൊള്ളുവാൻ വെളിപ്പെടുന്നു. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനവും തുടർന്നുള്ള സംഭവങ്ങളും യാതൊരു വ്യക്തിയും ക്രമമായും വ്യക്തമായും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന വിഷയമാണ്. എല്ലാവരും, ലോകത്തിലുള്ള സകലരും ഇതറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഇത് ശ്രദ്ധയോടെ കേട്ട് അത് കരുതിക്കൊള്ളുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ അപേക്ഷിക്കുന്നു. യേശുക്രിസ്തു വീണ്ടും വരുമെന്നുള്ളത് ദൈവവൈതലിൻ്റെ പ്രത്യാശയാണ്. ഇനിയും ലോകത്തിൽ നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം. കഷ്ടതയിലും ദുഃഖത്തിലും ഇരിക്കുന്ന ഒരുവനെ ആശ്വസിപ്പിക്കുകയും നിരാശയുടെ വേളയിൽ ഉത്സാഹത്തോടെ അധ്വാനിപ്പാനും ഉണർന്നു ഒരുങ്ങി കാത്തിരിക്കുവാനും പ്രേരിപ്പിക്കുന്നതാണ് കർത്താവിൻ്റെ വീണ്ടും വരവാണ്. തിരുവഴുത്തിൽ ആദിയോടന്തം സാദൃശ്യങ്ങളിലും ഉപമകളിലും വ്യക്തമായ പ്രസ്താവനകളിലും പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. അതിപ്രധാന വിഷയമാണ്. ഉപമകളിലും സാദൃശ്യങ്ങളിലും മറ്റു ചേർത്ത് ചിന്തിച്ചാൽ ഏകദേശം 3000-ഓളം വേദഭാഗങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെപ്പറ്റി കാണാവുന്നതാണ്. ഞാൻ വേഗം വരുന്നു എന്ന പ്രസ്താവനയോടുകൂടി വേദപുസ്തകം അവസാനിക്കുന്നത് എന്ന വസ്തുത നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. തനിക്ക് വേണ്ടി ഒരു ജനത്തെ വേർതിരിക്കുന്ന വേല ഇന്നും ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും എന്ന് വചനം പ്രസ്താവിക്കുന്നു. അങ്ങനെയൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ യേശു തൻ്റെ സ്വന്തം രക്തത്താൽ ഊറ്റിക്കൊടുത്തു വിലയ്ക്ക് വാങ്ങിയതായ ദൈവജനം, അഥവാ തൻ്റെ രക്തത്താൽ കൊടുത്ത് സമ്പാദിച്ച തൻ്റെ സഭ ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നതേയുള്ളൂ. അത് തൻ്റെ സമ്പാദ്യമാണ്. ആ സമ്പാദ്യം ശേഖരിപ്പാനാണ് തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകുവാൻ യേശു വീണ്ടും വരും. യോഹന്നാൻ 14:3 പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ഭൂമിയിൽ വന്നു, ജനിച്ച് 33.5 തിരുവയസ്സ് വരെ ജീവിച്ച് ആ കഷ്ടം അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവനോടെ ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നാം ഹല്ലേലൂയ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അറുക്കപ്പെട്ടതായി കാത്തു നിൽക്കുന്നവരെ രക്ഷിപ്പാനായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. 1 തെസ്സലോനിക്കർ 4:16 പറയുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും യേശുക്രിസ്തു മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിന് കൂടെ ആയിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹമുള്ള കർത്താവേ, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ വേഗം വരുന്നു. അതിനായി ഒരുങ്ങി കാത്തിരിക്കുവാൻ, അതിനായി തയ്യാറാവാൻ, രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിപ്പാൻ, വീണ്ടും ജനിച്ച് ഒരു ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള വളർന്ന അനുഗ്രഹമായി